നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ കുറെ നാളായിട്ട് അവരുടെ മുന്നിൽ എന്നെ താഴ്ത്തി കെട്ടിയ സന്ദീപ് സംസാരിക്കാറുള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആതിരയാണോ അർച്ചനയാണോ സന്ദീപിന്റെ ഭാര്യയെന്ന്. സന്ദീപിനോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ മരുന്ന് ഞാൻ കൊടുത്തോളാന്ന്. അപ്പൊ സന്ദീപ് സമ്മതിച്ചില്ല. ശരിക്കും അങ്ങനെ ഒരു മരുന്നുണ്ടോ? അതോ എന്നെ പറ്റിക്കാനായിട്ട് അതും കള്ളം പറഞ്ഞാണോ? സന്ദീപ് എന്നെ അനുസരിക്കണമെന്നോ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെന്നോ ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷേ എന്റെ വാക്കിനും തീരുമാനത്തിനും അല്പമെങ്കിലും വില കൽപ്പിക്കണം. അതെന്റെ ഒരു അപേക്ഷയാ. അർച്ചനെ, നീ കുഞ്ഞിനെ ഇങ്ങത്താ. ഇനി നിന്റെ കയ്യിലിരുന്ന് കുഞ്ഞിന് പൊള്ളലേൽക്കണ്ട. ഞാൻ എന്റെ മുറി കൊണ്ടുപോയി മരുന്ന് കൊടുത്തോളാം. ഇങ്ങത്താ. വേണ്ട. എന്റെ കൊച്ചിന് അങ്ങനെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെങ്കിൽ അത് ഞാൻ കൊടുത്തോളാം. എന്റെ കുഞ്ഞ് എന്റെ കൂടെ ഉറങ്ങിയാൽ മതി. ഇല്ലാത്ത മരുന്നിന്റെ പേര് പറഞ്ഞ് ഇനിയും എന്നെ പറ്റിക്കാൻ നിൽക്കണ്ട. നീ ഇത് എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? കുഞ്ഞിന് ഓരോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം. അത് ഞാൻ കൊടുത്താൽ ശരിയാവില്ല എന്നാ എന്റെ ചോദ്യം. മരുന്ന് എന്റെ കൈ തന്നാ മതി. ഞാൻ കൊടുത്തിട്ട് കുടിച്ചില്ലെങ്കിൽ കുഞ്ഞങ്ങ് കരയട്ടെ, എത്ര വേണമെങ്കിലും കരയട്ടെ. പക്ഷെ ഇനി ഞാൻ ഇതിന് അനുവദിക്കില്ല. അങ്ങനെ കരഞ്ഞ മോൾക്ക് അസുഖം കൂടുകയുള്ളൂ. നീ കാര്യം അറിയാതാണ് ഓരോന്ന് പറയുന്നത്. കുഞ്ഞ് കരയുന്നത് കൊടുക്കുന്ന മരുന്നും എന്താണെന്ന് നിനക്കറിയോ? സന്ദീപ്, കുഞ്ഞിനെ പിടിക്ക. എന്തായാലും എന്റെ കൊച്ചിന് മാറാരോഗമൊന്നുമില്ലല്ലോ. കുഞ്ഞുങ്ങളാവുമ്പോ വയ്യാഴിക ഉണ്ടാവും. മരുന്ന് കൊടുക്കണം. അത് കൊടുക്കേണ്ടതേ അമ്മയോ അച്ഛനോ വല്യമ്മ തള്ളയല്ല. ചേച്ചിക്ക് ഒരു കുഞ്ഞില്ലാത്തതുകൊണ്ടും ആ അവസ്ഥയെപ്പറ്റി ഓർത്തും എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. അതെന്റെ ചേച്ചിയുടെ വിധിയെപ്പറ്റി ഓർത്ത് മാത്രമാ. എന്റെ മോളെ കയ്യിലേക്ക് തന്ന് ആ വിഷമം പരിഹരിക്കാൻ ഞാൻ തയ്യാറല്ല. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇങ്ങോട്ട് എന്തിനാ വന്നത്? അവിടെ തന്നെ കിടന്നാ പോരായിരുന്നോ? അതിരെ എനിക്ക് ഒരു വഴക്കിനും താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ എന്താ? അതിനുള്ള സാഹചര്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സന്ദീപിന് എന്താ മനസ്സിലാവാത്തേന്നാ. അതിലൊരർത്ഥവും ഇല്ലാത്തോണ്ട് എന്നെ ഉറക്കി കിടത്തിയിട്ട് എന്റെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തതിനെ ഞാൻ ചോദ്യം ചെയ്തതാണോ അർത്ഥമില്ലാത്ത കാര്യം? നിന്റെ കുഞ്ഞെന്ന് മാത്രം നീ പറയണ്ട. അതെന്റെ കൂടെ കുഞ്ഞല്ലേ. അപ്പൊ എന്റെ തീരുമാനത്തിന് വില നീ കൽപ്പിക്കണം. അങ്ങനെ വില കൽപ്പിക്കണമെങ്കിലേ സന്ദീപിന്റെ പ്രവൃത്തികളും കൂടി കുറച്ച് നന്നായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലത്, ഞാൻ പറയുന്നതാ കുഴപ്പം. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഒരു സംസാരം. ഇപ്പൊ കുറെ നാളായിട്ട് അവരുടെ മുന്നിൽ എന്നെ താഴ്ത്തി കെട്ടിയ സന്ദീപ് സംസാരിക്കാറുള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആതിരയാണോ അർച്ചനയാണോ സന്ദീപിന്റെ ഭാര്യയെന്ന്. വേണ്ട, അത് വെക്കണ്ട. എപ്പോഴായാലും ഒരു തല്ല് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെക്കാളും വലുത് ഏട്ടത്തിയാണല്ലോ. അതെടി, അതങ്ങനെ തന്നെയാ. നിന്നെക്കാളും വലുത് എനിക്ക് അർച്ചന എടുത്ത് തന്നെയാ. അതിന്റെ കാരണം വിവരമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഹലോ, ഡോക്ടർ അഹമ്മദ് കബീർ അല്ലേ? അതെ, ഞാൻ അവന്തികയാണ്. മനസ്സിലായി. ധനുഷിനോട് പറഞ്ഞിരുന്നു അവന്തിക വിളിക്കുമെന്ന്. ഡോക്ടർ ആവശ്യപ്പെട്ട പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഉം, നാളെ രാവിലെ അർച്ചന ഇവിടെ അഡ്മിറ്റ് ആവും. നാളെ തന്നെ യൂട്രസ് റിമൂവൽ സർജറി നടന്നിരിക്കണം. ഉം. അതിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, എന്ത് തടസ്സം? അർച്ചനയെന്ന് പറഞ്ഞ പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ശരി, അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഉം. ഗുഡ് നൈറ്റ്. ഈ സർജറി കഴിഞ്ഞാൽ ഉടനെ എല്ലാം ശരിയാവും മോളെ. മോളുടെ ജീവിതത്തിലുള്ള തടസ്സം ഇന്നത്തോടെ മാറും. പേടിക്കാതെയും വിഷമിക്കാതെയും മോള് പോയിട്ട് വാ. എല്ലാം കഴിയുന്നവരെ അമ്മയും എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.